ശ്രീ കെ ബാലൻ തരൂർ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ പോഡ്കാസ്റ്റിൽ പറയുകയാണ്, കോൺഗ്രസിന് തന്നെ വേണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ മറ്റു വഴികളുണ്ട് എന്ന് പറയുകയാണ്. ആ വഴി ഒരു ഇടതു വഴിയാണോ ശ്രീ കെ ബാലൻ? ഇടത് വഴിയാണോ വലത് വഴിയാണോ എന്നുള്ളത് കേരള രാഷ്ട്രീയം കാണാൻ പോവുകയാണ്. ഞങ്ങൾ എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അമിതമായിട്ടുള്ള യാതൊരു വ്യാമോഹവും വിശ്വാസവും ഞങ്ങൾക്കില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകിയിട്ടുള്ള താക്കീത് അത് കേരള രാഷ്ട്രീയത്തിലെ ഇനി നമ്മൾ കാണാൻ പോകുന്ന സംഭവ പരമ്പരകളുടെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായി. ഇതിപ്പം ഈ വിവാദമില്ലെങ്കിലും അദ്ദേഹത്തെ സൈഡ് ലൈൻ ചെയ്യാനുള്ള ഏർപ്പാട് ആദ്യം തന്നെ അവർ നടത്തിയിരുന്നു. കോൺഗ്രസിന്റെ ഉള്ളിൽ തെരഞ്ഞെടുപ്പുണ്ട്, ജനാധിപത്യമുണ്ട്, ആഭ്യന്തര ജനാധിപത്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം AICC പ്രസിഡന്റായിട്ട് മത്സരിച്ചത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലും സഹിക്കാൻ സാധിക്കാതെ ഇതിന്റെ ഭാഗമായി എന്തെങ്കിലും ഒരു ഇമേജ് അദ്ദേഹത്തിന് ദേശീയ അടിസ്ഥാനത്തിൽ വന്ന അവസാനം ദേശീയ നേതൃത്വം കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹം വന്നു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇതിപ്പോ രൂപപ്പെടുത്തിയത്. ഇതൊരു നാഞ്ച് മാത്രമാണ്, ഒരു നിമിത്തമായതാണ്. അതിന് കാരണമാവുന്നത് ഇടത് സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തെ പുകഴ്ത്തിയതാണ്. അപ്പോൾ അതിനെ തുടർന്ന് ഇങ്ങോട്ട് വന്ന അദ്ദേഹത്തിന് വാതിൽ പുറത്തേക്കാണെങ്കിൽ ഇടതുവാതിൽ തുറന്നു കിടക്കുമോ കെ ബാലൻ തരൂരിന് വേണ്ടി? ഈ ഇനിയുള്ള ദിവസങ്ങളിൽ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റി ഇപ്പൊ എനിക്ക് പ്രവചിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, കോൺഗ്രസിന്റെ ഉള്ളിൽ ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെങ്കിൽ കൂടോത്തരം നടത്തി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച പാർട്ടിയാണത്. ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ? കെ സുധാകരന്റെ വീട്ടിന്റെ ഉമ്മറത്ത് കൂടോത്തരം നടത്തി എന്തൊക്കെ സാധനമായിരുന്നു അതിലുണ്ടായിരുന്നത്? സുധാകരൻ പറഞ്ഞെന്താ, എന്റെ തല പൊട്ടിപ്പോകുമായിരുന്നു ഇപ്പൊ ഞാനിത് കണ്ടുപിടിച്ചില്ലായിരുന്നു എങ്കിൽ. പിന്നീട് അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് അവരുടെ മുമ്പിലുള്ള വെല്ലുവിളി ശശി തരൂരാണ്. ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ തോന്നുന്നുണ്ട് എങ്കിൽ എന്ത് വില കൊടുത്തും അവർ നശിപ്പിക്കും. ലേഖനത്തിൽ തരൂർ പറയുകയാണ്, എൻ്റെ സംസാരം ജനങ്ങൾക്ക് ഇഷ്ടമാണ്, എൻ്റെ ചെയ്തികൾ ജനങ്ങൾക്ക് ഇഷ്ടമാണ്, എനിക്ക് CPM അപ്പുറത്തുള്ള വോട്ടുകൾ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അദ്ദേഹം പറയുന്ന കോൺഗ്രസിന് നേതൃത്വമാണ്, അതിനുള്ള പരിഹാരമായി അദ്ദേഹത്തെ തന്നെ കാണുന്നു തോന്നുന്നു. ശ്രീ കെ ബാലൻ, ഈ പറയുന്നത് പോലെ തരൂർ പറയുമ്പോൾ അദ്ദേഹം അത്ര ജനപ്രിയനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ കെ ബാലൻ? ജനപ്രിയൻ എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിനേക്കാളും കോൺഗ്രസിന്റെ മറ്റേതൊരു സ്ഥാനാർത്ഥിയെക്കാളും വോട്ട് പിടിക്കാനുള്ള ഒരു തലം അദ്ദേഹത്തിനുണ്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസിൽ കൂടി ഐഡന്റിറ്റി ഉണ്ടാക്കിയ ആളല്ല. അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഐഡന്റിറ്റിയുടെ മുകളിൽ കോൺഗ്രസിന് നേട്ടം ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു വ്യത്യസ്തത. അത് കോൺഗ്രസിനറിയാം. അപ്പൊ അങ്ങനെ ഒരാൾ വളർന്നു വരേണ്ടതില്ല. അതാണ് അവരുടെ ദുഷ്ടലാക്ക്. ഒരു അൺഒഫീഷ്യലായി ഇടതുവഴിയിൽ ഒരു ചർച്ചയ്ക്ക് സമയമാവുന്നുണ്ടോ തരൂരുമായി ശ്രീ കെ ബാലൻ? സംബന്ധിച്ച് ഞാൻ പറഞ്ഞാൽ ആ ലേഖനത്തോട് തന്നെ പല കാര്യങ്ങളിലും വിയോജിപ്പുള്ളവരാണ് ഞങ്ങൾ. അതിൽ ഞങ്ങൾ യോജിച്ചൊരു കാര്യം, സത്യസന്ധമായി കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ നിർഭയമായ കാര്യങ്ങൾ, ആ നിർഭയമായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, അടിസ്ഥാനപരമായി ഈ രേഖകളാണ്, പ്രധാനപ്പെട്ട 2 രേഖകളാണ്. അത് ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല ഇവര്. അതല്ല അദ്ദേഹം ചോദിക്കുന്നത്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു രേഖന്റെ അടിസ്ഥാനത്തിലല്ലോ ഞാൻ പറഞ്ഞത്, ഞാൻ പ്രതികരിച്ചത്. ഞാൻ അഖിലേന്ത്യാ തലത്തിലും അതുപോലെ തന്നെ കേന്ദ്രത്തിലും പ്രധാനപ്പെട്ട ചില ഏജൻസികൾ, ഒന്ന് വ്യവസായവും കൊമേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വകുപ്പിന്റെ ഒരു ഏജൻസിയാണ്, മറ്റേത് ഇന്റർനാഷണലായി അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷെ അതൊക്കെ പറയുമ്പോൾ ശ്രീ കെ ബാലൻ, അദ്ദേഹം ആ ലേഖനത്തിൽ CPMന്റെ അടിത്തറയിൽ വെട്ടുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ പറയുന്ന ചെങ്കൊടിയല്ല യഥാർത്ഥ വഴി, അല്ലെങ്കിൽ മാർക്സിസം അല്ല യഥാർത്ഥ വഴി, മുതലാളിത്തൻ്റെ വഴിയാണ് വഴിയെന്ന് CPM തിരിച്ചറിഞ്ഞു. അതിനാശ്വാസം, നിങ്ങൾ അടുത്ത തവണ ഇനി പ്രതിപക്ഷത്തേക്ക് മാറിയാലും നിങ്ങൾ ഈ പാത പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന കോറിൽ വെട്ടുകയാണ് തരൂർ. നിങ്ങൾ അദ്ദേഹത്തെ പോഴ്ത്തുമ്പോൾ അതുകൊണ്ടാണല്ലോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഫസ്റ്റിൽ തന്നെ ഞാൻ പറഞ്ഞു, പത്രദൃശ്യ മാധ്യമങ്ങൾ എന്നെ കണ്ട സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളോടും അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ചീത്ത പറയലല്ലോ, ഐഡിയോളജിക്കലായിട്ട് നേരിടണം, പ്രത്യയശാസ്ത്രപരമായിട്ട് നേരിടണം. ഇവർ ചെയ്യുന്നത് എന്താ? വ്യക്തിപരമായിട്ടാണ്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങളെ രാഷ്ട്രീയമായി, പ്രത്യയശാസ്ത്രപരമായി, സംഘടനാപരമായി നേരിടണം.
അതിനവർക്ക് ഭയമാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയാണ്. ഓക്കെ, താങ്ക് യു ശ്രീ കെബൽ, താങ്ക് യു.